ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ മുതൽ യേശുവിൻ്റെ ക്രൂശീകരണം വരെയുള്ള കാര്യങ്ങൾ ആ ഓർഡറിൽ നമ്മൾ ചിന്തിക്കാൻ പോവാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്കിതൊക്കെ അറിയാവുന്നതല്ലേ, നിങ്ങൾ കേട്ടിട്ട് പറ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണോ എന്നുള്ളത്. ഇത് വെറും ഒരു സംഭവ ചരിത്രമായി കേൾക്കാനല്ല നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. പകരം നമ്മളിത് ബൈബിളിൽ ഒത്തിരി പ്രാവശ്യം വായിച്ച് പോയ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറാനായിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇതിലൂടെ ആ യഥാർത്ഥത്തിൽ യേശുവിനെ എൻകൗണ്ടർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ നിന്ന് വളരെ ഡീറ്റെയിൽഡായിട്ടും എന്നാൽ വളരെ ചുരുക്കമായിട്ടും, എന്ന് വെച്ചാൽ ആഴത്തിലും ചുരുക്കമായി നമ്മൾ സംസാരിക്കാനായിട്ട് പോവാം. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്ന അധികമായ കാര്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടതായിരിക്കും, അതുകൊണ്ട് പലപ്പോഴും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ച് കളയാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെയധികം ശക്തമായി ഇടപെടുകയും ചില ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ഇതുവരെ ഒരു കഥയായിട്ടോ വെറും കാര്യങ്ങളായിട്ടോ മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് റിയലായിട്ട് അനുഭവമാക്കി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. ഹല്ലേലൂയ. ഒരു കഥ കേൾക്കുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് ഒരു വീഡിയോ കാണുന്നത്. വീഡിയോ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മൾ അതിനെ യഥാർത്ഥമായി അതിൻ്റെ ഒരു ഭാഗമായി അനുഭവിക്കുന്നത്. ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണെന്നുള്ള തരത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വെളിപ്പെടുത്തരാൻ പോവാം. അതിനകത്തിരിക്കുന്ന ചില സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ പോവാണ്. ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നമ്മൾ നേരിട്ട് വചനത്തിലേക്ക് കടക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും 4 സുവിശേഷങ്ങളിലും ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് നമുക്ക് 4 സുവിശേഷം എന്ന് വെച്ചാൽ, സുവിശേഷം ഒന്നേ ഉള്ളൂ. നമുക്കിതിനകത്ത് 4 പേര് എഴുതിയ നരേഷൻസ് കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട് അധികം അതിന് ഉൾപ്പെടുത്തിയേ? 4 വ്യത്യസ്തമാണ്. 4 വ്യത്യസ്തമായ ആംഗിളിൽ നമുക്കിത് പഠിക്കാൻ പറ്റും. 4 വ്യത്യസ്തമായ രീതികളിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. പലരും ചില കാര്യങ്ങൾ ആൾക്കാർ വിട്ടുപോയത് മറ്റു ചിലർ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്കിത് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലും മർക്കോസ് 14-ലും ലൂക്കോസ് 22-ലും യോഹന്നാൻ്റെ സുവിശേഷം 17-ന് ശേഷവും നമുക്ക് ഈ സന്ദർഭങ്ങളെല്ലാം കാണാനായി കഴിയും. തുടക്കം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 26 വായിക്കുമ്പോൾ അവിടെ യേശുവിനെ കുറിച്ച് വലിയ ചർച്ച നടക്കുകയാണ്. മഹാപുരോഹിതന്മാരുണ്ട്, അതുപോലെ തന്നെ സമുദായ നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം അന്നത്തെ മഹാപുരോഹിതനായ കയ്യഭാവിൻ്റെ ഭവനത്തിൽ ഒത്തുകൂടി ചിന്തിക്കുകയാണ്, ഈ യേശുവിനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ചതിക്കണം. യേശുവിനെ നേരിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചതിവിൽ പിടികൂടി അവനെ കൊല്ലണം. ഇതാണ് ചർച്ച. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ നാളുകൾ അടുത്തിരിക്കുകയാണ്, ഞാനിതാ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്, ഞാൻ മരിക്കുവാനായി പോവുകയാണ്. പകരം അത് മാത്രമല്ല, ഞാൻ ഉയർത്തി നിൽക്കും, നിങ്ങൾക്ക് മുന്നേ ഞാൻ ഗലീലയ്ക്ക് പോകും. ഇതൊക്കെ യേശു ഒരു സ്ഥലത്ത് വെളിപ്പെടുത്തുമ്പോൾ തന്നെ മറുവശത്ത് ഒളിച്ചും പാത്തും പതിയിരുന്ന് സമുദായ നേതാക്കന്മാർ, അന്നത്തെ മതത്തിൻ്റെ വലിയ നേതാക്കന്മാരൊക്കെ ചിന്തിക്കുകയാണ് യേശുവിനെ എങ്ങനെ ചതിച്ച് കൊല്ലാം. പക്ഷെ അവർക്കറിയത്തില്ല, അപ്പുറത്ത് യേശു ഇവിടെ ഒരു ഒളിച്ച് പറയുമ്പോൾ യേശു പരസ്യമായി പറയുകയാണ്, ഞാൻ വരും ദിവസങ്ങളിൽ ഇതാ മരിക്കുവാനായി പോവുകയാണ്, എന്നെ കൊല്ലുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അതോടെ തീരത്തില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ യേശു പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നടക്കുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. നമുക്കറിയാം ഈ ചർച്ച നടക്കുന്നത് വ്യാഴാഴ്ചയ്ക്ക് മുന്നുള്ള ദിവസങ്ങളാണ്. കാരണം അവർ പറയുന്നുണ്ട്, ഈ പെസഹയുടെ അന്നൊന്നും ഇത് ചെയ്യാൻ പാടില്ല, ജനമൊക്കെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വ്യാഴാഴ്ച എത്തി. വ്യാഴാഴ്ച എന്ന് പറയുന്നത് പെസഹായുടെ ദിവസം നമുക്കറിയാം, അന്ന് വൈകുന്നേരമാണ്. അന്ന് വൈകുന്നേരം ജെറുസലേമിൽ നടക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് പെസഹ പെരുന്നാൾ. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ചിന്തിച്ചതാണ്, 3 പ്രധാന ഉത്സവങ്ങളാണ് യഹൂദൻ്റെ ഉള്ളത്. അതിലൊന്നാണ് പെസഹ പെരുന്നാൾ. ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടായിരുന്നാലും യഹൂദന്മാർ അന്ന് ആ ദിവസങ്ങളിൽ എവിടെ എത്തും? യെരുശലേമിലെത്തും. യെരുശലേമിൽ വന്ന് അവർ ഈ ഉത്സവത്തിൽ ചേരുന്നത് പതിവായിരുന്നു. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നുള്ള, നമുക്കറിയാം പെന്തക്കോസ്ത് ദിനത്തിൽ അതാ സംഭവിച്ചത്. പല സ്ഥലങ്ങളിലുള്ളവരെല്ലാം അന്ന് ആ ഉത്സവ സമയത്ത് അവിടെ ഉണ്ട്. കൊയ്ത്തുത്സവമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെയും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് യെരുശലേമിൽ. അവരന്ന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, പെസഹ ഒരുക്കേണ്ടത് എവിടെയാണ്? യേശു കൃത്യമായി സ്ഥലം പറഞ്ഞു കൊടുത്തു. നമുക്കതൊക്കെ അറിയാം. അവർ ഒരു മാളിക മുറിയിൽ
പെസഹ ഒരുക്കി. യേശു പത്രോസിനെയും യോഹന്നാനെയും പെസഹ ഒരുക്കാനായിട്ട് അയച്ചു. അതാണ് തുടക്കം. അവിടെ അവർ പാസ് ഓവർ മീൽ അല്ലെങ്കിൽ പെസഹ ഒരുക്കി. ഈ വൈകുന്നേര സമയമായപ്പോൾ, ഈ സന്ധ്യയ്ക്ക്, അതായത് സൂര്യൻ അസ്തമിച്ച ശേഷം യേശുവും ശിഷ്യന്മാരെല്ലാം കൂടി ആ പെസഹയ്ക്ക് വന്നു. യേശു ശിഷ്യന്മാരുടെ കാലുകളൊക്കെ കഴുകി. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ്. യേശു അവരുടെ കാലുകൾ കഴുകുന്നു. പത്രോസ് പറയുന്നു വേണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ യേശു തന്നെ ഒറ്റ കൊടുക്കുമെന്നും അത് യൂദായാണ് എന്നും ഒക്കെ വ്യക്തമായിട്ട് അവരോട് സംസാരിക്കുന്നു. യൂദായോട് തന്നെ പറയുന്നു, നീയാണ് ഒറ്റ കൊടുക്കുന്നത് പറയുന്നു, നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് യേശു പറയുന്നു. ഇതെല്ലാം പരസ്യമായിട്ട് യേശു പ്രഖ്യാപിക്കുകയാണ്. യേശു അവിടെ വെച്ചിട്ട് തിരുവത്താഴം എന്ന അനുഗ്രഹപ്പെട്ട ശുശ്രൂഷയെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അവരോട് പറയുകയാണ്, ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, വാങ്ങി കുടിപ്പിൻ, ഇത് നിങ്ങൾക്കും അനേകർക്കും വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തമാണ്. കണ്ടോ, യേശു മനോഹരമായിട്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ ഏൽപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15 മുതൽ 17 വരെയുള്ള ടീച്ചിങ്സ് ഈ സമയം നടക്കുകയാണ്. അതായത് സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു 15 തുടങ്ങുകയാണ്. അതുമുതൽ അങ്ങോട്ട് 17-ാം അധ്യായം എത്തുമ്പോൾ യേശുവിൻ്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ കാണാൻ പറ്റും. ഒരു പുരോഹിതനായി എന്നുകൊണ്ട് യേശുവിൻ്റെ ഒരു പ്രാർത്ഥന കാണാൻ പറ്റും. നമ്മൾ സാധാരണ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതല്ല യേശുവിൻ്റെ പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന യോഹന്നാൻ 17 കാണുന്നതാണ്. യേശു പിതാവിനോട് സംസാരിക്കുകയാണ്. പിതാവേ എന്ന് പറഞ്ഞ് മനോഹരമായിട്ടൊരു പ്രാർത്ഥനയാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ യേശു പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ മനോഹരമായ ടീച്ചിങ്സൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഇതെല്ലാം നടക്കുന്നത് ഈ മാളികമുറിയിലും അവിടെ നിന്നിറങ്ങി അവർ ഗത്സമനിലേക്ക്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഗത്സമനിലുള്ള യാത്രയിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ പ്രസംഗം, ഈ സംസാരമൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഈ മാളികമുറിക്കകത്തും പിന്നെ ഗത്സമനിലേക്ക് പോകുന്ന വഴിയിലും ഇതെല്ലാം സംസാരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ കിദ്രോൻ വാലി കടന്ന് അതിലൂടെ ഒലിവ് മലയുടെ ചുവട്ടിലുള്ള ഗത്സമന എത്തുക. ഗത്സമന എത്തുമ്പോഴേക്കും രാത്രി ഏകദേശം 10 മണിയായി. അത്താഴമൊക്കെ കഴിഞ്ഞ് ഇത്രയും സംസാരിച്ചു, പ്രസംഗിച്ചു, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ മരിക്കും, ഞാൻ പാപികളുടെ കയ്യാൽ, അധർമ്മികളുടെ കയ്യാൽ എന്നെ ക്രൂശിൽ തറച്ച് കൊല്ലും, പക്ഷേ ഞാൻ മരണത്തെ ജീവിക്കും, നിങ്ങൾക്ക് മുന്നായി ഞാൻ ഗലീലയ്ക്ക് പോകും. ഇതെല്ലാം യേശു അവരോട് പറഞ്ഞു. അതിനുശേഷം 10 മണിയായപ്പോൾ യേശു അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് മാറി. അവിടെ ശിഷ്യന്മാർ 3 ഇപ്പുറത്തിരിപ്പുണ്ട്. യാക്കോബ്, യോഹന്നാൻ, പത്രോസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. യേശു കുറച്ച് മാറിപ്പോയിരുന്ന് കവിണ് വീണ് പിതാവിനോട് പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യമുള്ളൂ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറണേ. ഹൃദയവേദനയോടെ, നുറുക്കത്തോടെ, ഇനി ഏതാനും മണിക്കൂറുകളെ തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ ഉള്ളെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്. ഹൃദയവേദനയിൽ 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. ശിഷ്യന്മാർ ഉറക്കുക. യേശു ചോദിച്ചു, 1 മണിക്കൂർ എനിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയില്ലേ? ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. യേശു വീണ്ടും പോയി ഇതേ കാര്യം പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? പിതാവേ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടം. പക്ഷെ ഇത് പറയുമ്പോൾ രക്തത്തുള്ളികൾ ഇങ്ങനെ പൊടിയുകയാണ്. സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയവേദന, ആഗണി ഏറ്റവും മനോഹരമാകുമ്പോൾ ഈ കാപ്പിലറീസിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പൊടിയും. അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. ഇവിടെ യേശുവിന് സംഭവിച്ചത് അത് തന്നെയാണ്. അത്ര നുറുക്കത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അത്രമാത്രം വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ യേശു പിതാവിനോട് സംസാരിക്കുക. വീണ്ടും വന്ന് കാണുന്നു, ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. വീണ്ടും അവർ ഉണർത്തിയിട്ട് വീണ്ടും പോയി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ അവിടെ തന്നെ കടന്നുപോയി. ഏകദേശം 1 മണി കഴിഞ്ഞു. 10 മണിക്ക് അവിടെ എത്തി. 11, 12, 1 ആവറേജ് 1 മണിക്കൂർ നോക്കിയാലും 3 മണിക്കൂറോളം കടന്നുപോയ ഒരു പ്രാർത്ഥന. 12 മണി കഴിഞ്ഞ് ഏകദേശം 12 മണി 1 മണിയോളം എത്താറാകുമ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ യൂദായുടെ കൂടെ വരികയാണ്. യേശു നന്നായിട്ട് അറിയാം. അവർ വരുന്നതിന് മുമ്പേ യേശു അറിഞ്ഞു, അവരോട് എത്തി. യേശു ആത്മമണ്ഡലം മറിയുന്ന യേശു പറയുകയാണ്, എൻ്റെ സമയമായി. ഇടയനെ ഇട്ടിട്ട് ആടുകൾ ഓടുന്ന സമയമാകാൻ പോവാ. ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളാരും പോകത്തില്ല. പത്രോസ് ലീഡ് ചെയ്തു. പത്രോസ് പറഞ്ഞു, ഇവരെല്ലാം പോയാലും ഞാൻ പോകത്തില്ല. യേശു പറഞ്ഞു, കോഴി 2 പ്രാവശ്യം കോണിന് മുമ്പേ നീ 3 പ്രാവശ്യം തള്ളി പറയും. പക്ഷേ നമ്മൾ സാധാരണ പറയുന്നത് പത്രോസ് തള്ളി പറയുന്നതാണല്ലോ. ഇവിടെ പത്രോസ് പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരും പ്രതിവചിച്ച് പറയുകയാണ്, ഞങ്ങൾ ആരും പോവില്ല. എല്ലാവരും പറഞ്ഞു. പത്രോസ് മാത്രമല്ല, എല്ലാവരും പറഞ്ഞു. പക്ഷെ പത്രോസിന് മാത്രമേ തള്ളി പറയാനുള്ള അവസരം കിട്ടിയുള്ളൂ. എല്ലാവരും പറഞ്ഞു. യേശുവിനെ പിടികൂടാനായിട്ട് ഒരു കൂട്ടം പട്ടാളക്കാർ വരികയാണ്. അതിനകത്ത് റോമൻ പടയാളികളുണ്ട്. അന്നത്തെ കാലത്ത്
ടെമ്പിളിൽ തന്നെ കുറേ ഗാർഡുകളുണ്ട്. ടെമ്പിൾ അതായത് ഈ ആലയത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള ഗാർഡുകളുണ്ട്. ഇവരും കൂടെ ചേർന്നുകൊണ്ടാണ് അന്ന് വരുന്നത്. ചരിത്രം പറയുന്നത് ഒരു വലിയ കൂട്ടം, 600ഓളം പേര് വരുന്ന വലിയ കൂട്ടമാണ് യേശുവിനെ പിടിക്കാനായിട്ട് വരുന്നത്. യേശു കവർച്ചക്കാരനല്ല, ലഹളക്കാരനല്ല, എല്ലാ ദിവസവും പള്ളിയിൽ പ്രസംഗിക്കുന്ന ആളാണ്. അവിടെ പോയി ഒന്നും പിടിച്ചില്ല. പക്ഷെ ഇവിടെ ഒരു കള്ളനെ പിടിക്കാൻ വരുന്ന പോലെ യേശുവിനെ പിടിക്കാൻ വരുക. കാരണം എന്നാ, അവരെല്ലാം പ്രീ പ്ലാൻഡാ. നേരത്തെ കയ്യഭാവിൻ്റെ ഭവനത്തിൽ അവിടെ എല്ലാം പറഞ്ഞ് പ്ലാൻ ചെയ്ത് മനോഹരമാക്കി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ്? യേശുവിനെ ചതിക്കണം, എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ള പ്ലാനിലാണ്. കാരണം യഹൂദ മര്യാദ പ്രകാരം പകൽ സമയത്ത് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരാളെ പകൽ സമയത്താണ് അറസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെയോ രാത്രിയിൽ, അതും 12 മണിക്ക് ശേഷം, അർദ്ധരാത്രിയിലാണ് ഇവർ പിടിക്കാനായിട്ട് വരുന്നത്. മാത്രമല്ല, അന്ന് സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനായിരുന്ന, അതിൻ്റെ ചിഹ്നമായിരുന്ന ഒരു മുത്തം കൊടുത്തുകൊണ്ട്, യൂദാവ് നല്ലൊരു മുത്തം കൊടുത്തുകൊണ്ട് യേശുവിനെ ഒറ്റ കൊടുക്കുക. യേശുവിനെ ഒറ്റ കൊടുത്തു. പല നരേഷൻ നമുക്ക് വായിക്കുന്നുണ്ട്. ഒരിടത്ത് പറഞ്ഞതിനെയാണ്, യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു ചോദിക്കുമ്പോൾ അവർ യേശുവിനെന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ഞാൻ ആകുന്നു, ഐ ആം എന്ന് പറയുമ്പോൾ തന്നെ ആ വന്ന മുഴുകൂട്ടം സോൾജേഴ്സും തറയിലേക്ക് വീഴുകയാണ്. എന്ന് വെച്ചാൽ യേശുവിന് ഇവരെ കടന്നു പോകാൻ എല്ലാ സാഹചര്യവും ഉണ്ട്. വേണമെങ്കിൽ യേശുവിന് ഇവരെ അവിടെ നിന്ന് മറഞ്ഞങ്ങ് പോവാം. കാരണം പല സമയത്തും ആളുകൾ യേശുവിനെ കല്ലെറിയാൻ എടുക്കുമ്പോൾ യേശു അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട്. ഇവിടെയും യേശുവിന് അപ്രത്യക്ഷമാകാം. പക്ഷെ ഇവിടെ അതല്ല. യേശു ഡെലിബറേറ്റ് ആയിട്ട് തന്നെ അവരുടെ കൈകളിലേക്ക് കൊടുക്കുവാണ്. അവർ പിടിച്ചതല്ല, യേശു അവരുടെ കൈകളിലേക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. കാരണം തറയിൽ വീണടക്കുന്നവരെ പറയുകയാണ്, ബാബാ എണീറ്റ് വാ, പിടിച്ചോ എന്ന് പറയും പോലെയാ. അവർ എഴുന്നേറ്റ് വരുന്നു, യേശുവിനെ പിടികൂടുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്ത ഉടനെ അവർ മറ്റു സംഭവം നടക്കുന്നുണ്ട്. യേശുവിനെ പിടികൂടുമ്പോൾ തന്നെ ശിഷ്യന്മാരെല്ലാം 4 വഴിക്ക് ഓടുന്നുണ്ട്. മർക്കോസ് സുവിശേഷം മനോഹരമായിരുന്നുണ്ട്. ഒരാൾ തൻ്റെ ഡ്രസ്സ് വരെ ഇട്ടിട്ട് അവിടെ കളഞ്ഞു. ഇനി മർക്കോസ് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം അവിടെ പേരിടുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ ഡ്രസ്സ് പോലും, കോട്ട് പോലും, പുതപ്പൊന്നും ഇല്ലാതെ തന്നെ നഗ്നനായി ഓടി എഴുതിയിരിക്കുന്നത്. വെച്ചാൽ അത്രയ്ക്ക് പേടിച്ച് അവർ 4 പാടേക്കും ഓടി. പത്രോസ് ഇതൊക്കെയാണ് ഒരു ധൈര്യം കാണിച്ചു. മഹാപുരോഹിതൻ്റെ മൽക്കോസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. മൽക്കോസ്, അദ്ദേഹം ഈ പറഞ്ഞ മഹാപുരോഹിതൻ്റെ കാര്യസ്ഥനോ അവരുടെ കൂടെയുള്ള ആളാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ടെമ്പിളിലുള്ള ആൾക്കാർ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാല്യക്കാരൻ്റെ ചെവി അങ്ങ് വെട്ടി, വാളെടുത്തൊരൊറ്റ വെട്ട്. യേശു പറഞ്ഞു, ഈ പരിപാടി നമുക്കുള്ളതല്ല. യേശു അവൻ്റെ ചെവിയെ സൗഖ്യമാക്കി. മാത്രമല്ല, ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് യേശുവിനെ നേരെ കൊണ്ടുപോകുന്നത് അന്നാസാണ്. ഹന്നാവ് എന്ന് പറയും മലയാളത്തിൽ. അന്നാസ്. അദ്ദേഹം മഹാപുരോഹിതനാണ്. പക്ഷെ അപ്പോഴത്തെ മഹാപുരോഹിതനല്ല. അപ്പോഴത്തെ മഹാപുരോഹിതൻ കയ്യഫാവാണ്. പക്ഷെ എന്തിനാ അന്നാസിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്? സ്വാഭാവികമായിട്ടും കൊണ്ടുപോകേണ്ട കയ്യഫാവിൻ്റെ അടുത്തല്ലേ. പക്ഷെ അന്നാസിൻ്റെ ഭവനത്തിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അന്ന് AD 15 വരെ, ഇതിപ്പോൾ AD 30 AD 15 വരെ അവിടുത്തെ മഹാപുരോഹിതനായിരുന്നു ഈ ഹന്നാവ്. ഈ ഹന്നാവിൻ്റെ മരുമകനായ കയ്യഫാവാണ് ഇപ്പോഴത്തെ മഹാപുരോഹിതൻ. എന്ന് വെച്ചാൽ കുടുംബക്കാരാവൻ, കംപ്ലീറ്റ് കുടുംബക്കാരാണ്. മാത്രമല്ല, ഒരു കാര്യം വ്യക്തമാണ്, ഈ ഗൂഢാലോചനയിൽ ഹന്നാവിന് നല്ല പങ്കുണ്ടായിരുന്നു. ആദ്യം കൊണ്ടുപോകുന്നത് ഹന്നാവിൻ്റെ അടുക്കലേക്കാണ്. ഹന്നാവിൻ്റെ ഭവനത്തിലേക്ക് യേശുവിനെ ആദ്യമായിട്ട് കൊണ്ടുപോകാം. അൺഒഫീഷ്യലാണ്, ഇതൊരു ഒഫീഷ്യൽ കാര്യമല്ല. കാരണം അന്നത്തെ മഹാപുരോഹിതനല്ല, നിയമത്തിന് വിരുദ്ധമാണ് നടക്കുന്ന എല്ലാം. ഗൂഢാലോചനയാണെന്ന് വ്യക്തം. യേശുവിനെ അവർ അവിടെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നു അൺഒഫീഷ്യലായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നാസിൻ്റെ 5 മക്കളും മഹാപുരോഹിതന്മാരായി. മാത്രമല്ല, ഇപ്പം മരുമകൻ ഇപ്പോഴത്തെ നിലവിലുള്ള മഹാപുരോഹിതനാണ്. സ്വാഭാവികമായിട്ട് അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാകും. അത്രയും ഹൈലി ഇൻഫ്ലുവൻഷ്യലാണ്. വേറൊരു കാര്യമുണ്ട്. യേശു 2 പ്രാവശ്യം ദൈവാലയത്തിൽ പോയി കച്ചവടക്കാരെ പുറത്താക്കുന്നുണ്ട്. 2 പ്രാവശ്യം. അന്നത്തെ കാലത്ത് ഈ കച്ചവടമെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഈ ഹന്നാവിൻ്റെ കുടുംബക്കാരാണ്. അവിടുത്തെ എന്താ മാർക്കറ്റ് തന്നെ അറിയപ്പെടുന്നത് ബസാർ ഓഫ് അന്നാസ് എന്നാണ്. ബസാർ ഓഫ് അന്നാസ്, അല്ലെങ്കിൽ അന്നാസിൻ്റെ കച്ചവട സ്ഥലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താ കച്ചവടം ഉണ്ടായിരുന്നത്? ഒന്ന്, ടെമ്പിളിലേക്ക് വരുന്ന, ആലയത്തിലേക്ക് വരുന്നവർക്ക് യാഗം കഴിക്കാനുള്ള മൃഗങ്ങളെ, പക്ഷികളൊക്കെ വിൽക്കും. നല്ല ബിസിനസ്സാണ്. മറ്റൊന്ന്, വേറെ രാജ്യങ്ങളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ടെമ്പിളിൽ സ്വീകരിക്കുന്ന അന്നത്തെ നാണയത്തിലേക്ക് അവരുടെ നാണയം കൺവേർട്ട് ചെയ്യണം. ഒരു മണി എക്സ്ചേഞ്ച്, നാണയ വിനിമയം, അതിനുള്ള കൗണ്ടർ, ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാ? ഈ ഹന്നാവിൻ്റെ കുടുംബക്കാരാ. ഇവിടെ കുടുംബ വകയായിട്ടാണ് ഇവരെന്തിനെ പള്ളിയെ കണ്ടിരുന്നത്, ഈ ചർച്ചിനെ, ആലയത്തെ. യേശു 2 പ്രാവശ്യവും പറയുന്നുണ്ട്. ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു.
നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. രണ്ടാമത്തെ പ്രാവശ്യം യേശു, അതായത് ആദ്യത്തെ പ്രാവശ്യം യേശുവിൻ്റെ ശുശ്രൂഷയുടെ തുടക്ക സമയത്താണ് യേശു പറയുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം അത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മത്തായി 21-ലും മർക്കോസ് 11, ലൂക്കോസ് 19 ഒക്കെ ഞാൻ റെഫറൻസസ് പറയുന്നത് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യേശുവിനെ ക്രൂശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച അവിടെയും യേശു പോയി പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ആലയമാണ് ഇത്, പ്രാർത്ഥനാലയമാണ് എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഇതിനെ കച്ചവട സ്ഥലമാക്കി എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നത് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറയുന്നു. ഈ രണ്ട് സ്ഥലത്തും ആദ്യത്തെ പ്രാവശ്യം യഹൂദന്മാർ യേശുവിനോട് ചോദിച്ചു, നീ ഇതൊക്കെ ചെയ്യുന്നതിന് നിനക്ക് ആരാ അധികാരം തന്നെ? നിനക്ക് അധികാരമുണ്ടെന്നതിന് തെളിവെന്താ? ഒരു അടയാളം ചോദിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം വചനം പറഞ്ഞതിനാണ് അവർ യേശുവിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. പ്രധാനപ്പെട്ട യേശുവിനുള്ള ഗൂഢാലോചനയ്ക്ക് കാരണം തന്നെ യേശു അവരുടെ കച്ചവട സ്ഥാനത്തെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അവരുടെ അന്നത്തെ മോശം പ്രാക്ടീസുകളെ ചോദ്യം ചെയ്തു. ഇന്നും സഭയ്ക്കകത്ത് പലതരത്തിലുള്ള കച്ചവടങ്ങൾ കാണാൻ പറ്റും. ഇന്ന് വന്നാൽ യേശു ചിലപ്പോൾ ആദ്യം പോകണം ഇങ്ങനെയുള്ള സ്ഥാനങ്ങളെ അടിച്ച് പുറത്താക്കാനായിരിക്കും. ഇവിടെ യേശു അന്നത്തെ ജനങ്ങളെ പറ്റിച്ച് ദൈവത്തിൻ്റെ ആലയത്തെ വെറും ഒരു കച്ചവട സ്ഥലമാക്കി മാറ്റിയ യഹൂദന്മാരെ ചോദ്യം ചെയ്തു. അതോടുകൂടി അവർ യേശുവിനെ കൊല്ലുവാനായി പദ്ധതിയിട്ടു. ഞാൻ പറഞ്ഞു 2 കാരണങ്ങളുണ്ടാകും. ഒന്ന്, നമ്മുടെ യാഗത്തിലുള്ള വസ്തുക്കളെ വിൽക്കും. മറ്റൊന്ന്, കറൻസി ട്രേഡ് ചെയ്യും. ഇതാണ് അവിടുത്തെ കച്ചവടം. ഈ കച്ചവടം ഇവർക്ക് ഭയങ്കര ലാഭമുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്തു? യേശു തകിടം മറിച്ചു. അതാണ് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന പിന്നിൽ ആരുണ്ടായിരുന്നു? അന്നാസ് ഉണ്ടായിരുന്നു, ഹന്നാവ്. അപ്പോൾ പഴയ മഹാപുരോഹിതൻ. മാത്രമല്ല അത് ഇൻഫ്ലുവൻഷ്യൽ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മക്കളും മരുമകൻ ഉൾപ്പെടെ മഹാപുരോഹിതന്മാരാണ്. അപ്പോൾ അത്രയും സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആര് കൊണ്ടുപോയത്? പടയാളികൾ പിടിച്ച് ആദ്യം കൊണ്ടുപോയി. എനിക്ക് ഇദ്ദേഹമാർ ഇതിൻ്റെ സൂത്രധാരൻ. അത് കഴിഞ്ഞിട്ട് നേരെ തൊട്ടടുത്ത വീട് കയ്യഭാവിൻ്റെ വീടാണ്. നമ്മൾ വിചാരിക്കും പോലെ കിലോമീറ്ററിന് ദൂരമൊന്നുമില്ല ഇവരുടെ ഭവനങ്ങൾ തമ്മിൽ. 100-200 മീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. നേരെ അന്നാസിൻ്റെ അരമന അല്ലെങ്കിൽ ആ ഭവനത്തിൽ നിന്ന്, ഭവനം എന്ന് പറയുമ്പോൾ കൊട്ടാരം പോലെ ആയിരിക്കും കേട്ടോ, അവരുടെയൊക്കെ ഭവനങ്ങൾ ഭയങ്കര വലുതായിരിക്കും. അവിടെ നേരെ കൊണ്ടുപോകുന്ന എവിടെയാ? കയ്യഭാവിനടുത്തേക്ക്. അന്നത്തെ മഹാപുരോഹിതനായ കയ്യഭാവിനടുക്കും. സമയം ഏകദേശം 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം നമുക്ക്. അർദ്ധരാത്രിയിലാണ്. യേശുവിന് ഉറക്കം പോലുമില്ല. യേശു നേരെ എന്താ പറയുക, വൈകുന്നേരത്തെ പെസഹ കഴിഞ്ഞ് ഇത്രയും വലിയൊരു ശുശ്രൂഷ, എല്ലാവരുടെയും പാദങ്ങൾ കഴുകുന്നു. മാത്രമല്ല ഇത്രയും വലിയൊരു പ്രസംഗം അവരോട് സംസാരിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് തൻ്റെ ക്രൂശുമരണത്തെയും ഉയർപ്പിനെ കുറിച്ച് പ്രവചിച്ചിട്ട് നേരെ പോയി 2-3 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുക. ഭയങ്കര ലോങ് ആയിട്ട് ഒരു ഉറക്കം പോലും ഇല്ലാത്ത സമയത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് യേശുവിനെ കൊണ്ട് ട്രയൽ ചെയ്യാൻ പോകുന്നത്. അവർ കൊണ്ടുപോയി വിചാരണ നടത്തുന്നത്. നോക്കി, യേശുവിനെ കൊണ്ട് നേരെ ഒരു കള്ളനെ പോലെ കൊണ്ടുപോവുക. ഇവർ ബലമായി പിടിച്ച് പോകുന്ന വഴിക്ക് ഇവരൊക്കെ യേശുവിനെ പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്. നമുക്ക് പലയിടത്തും കാണാം. യേശുവിനെ മുഷ്ടിച്ചുട്ട് ഇടിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത്തരത്തിൽ ഭയങ്കരമായി യേശുവിൻ്റെ ഭാഗമൊന്നും കേൾക്കുന്നേ ഇല്ല. ഇവരങ്ങ് യേശുവിനെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം കൊണ്ടുപോവുക. വെറും ഒരു നിഷ്ഠൂര കള്ളനെ പോലെയാണ് യേശുവിനോട് പെരുമാറുന്നത്. നേരെ അവർ കൊണ്ടുപോയി കയ്യഭാവനടുത്ത്. അവിടെ കൊണ്ടുപോകുമ്പോൾ ഒത്തിരി കള്ളസാക്ഷികളെ കൊണ്ടിരുന്നുണ്ട്. യേശു ഒന്നും മിണ്ടുന്നില്ല, കള്ളസാക്ഷികളൊന്നും ഒക്കുന്നില്ല അങ്ങോട്ട്. എത്രയൊക്കെ പറഞ്ഞാൽ ഇവർ പറയുന്ന പല കാര്യങ്ങളും തമ്മിൽ പരസ്പരം ചേർച്ച ഇല്ലാതാകുന്നുണ്ട്. കള്ളസാക്ഷികളോട് പറഞ്ഞിട്ടൊന്നും ശരിയാകുന്നില്ല. പക്ഷേ യേശുവിനോട് ചോദിക്കും, നീ മശിഹയാണോ? യേശു പറഞ്ഞു അതെ. പിന്നെ അപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവർക്കൊരു കാര്യം കിട്ടി. അവരെന്ത് ചെയ്തു? ബ്ലാസ്ഫമി, ദൈവദൂഷണം പറയുന്നുള്ള ആരോപണം കൊടുക്കുന്നു. ഇതേ സമയം പുറത്തൊരു സംഭവം നടക്കുന്നുണ്ട്. കയ്യഭാവിൻ്റെ വീടിൻ്റെ പുറത്ത് പത്രോസ് പതുങ്ങിപ്പോയി എന്ത് സംഭവിക്കും നോയിക്കൊണ്ടിരിക്കുമ്പോൾ 3 പ്രാവശ്യം 3 പേര് ഒന്ന് യേശുവിനെ അറിയാമെന്ന് ചോദിക്കുന്നു, അറിയത്തില്ല എന്ന് പറയുന്നു. അതേസമയം കോഴി കൂവുന്നു. പത്രോസിന് ദുഃഖമായി പത്രോസ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം. അപ്പോൾ യേശു ഇപ്പോൾ കയ്യഭാവിൻ്റെ ഭവനത്തിലാണ്. രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ്. അവിടെ കഴിയുമ്പോൾ ഇവർക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യണം? യേശുവിനെ ഫോമലായിട്ട് വിധിക്കണം. അതായത് ഇതൊക്കെ രഹസ്യ വിചാരണയാണ്, ഇതൊന്നും നിയമപരമായിട്ട് സംഭവമല്ല. ഫോമലായിട്ട് വിധിക്കുക എന്ന് വെച്ചാൽ ന്യായാധിപ സംഘമുണ്ട്, അന്നത്തെ കൗൺസിലുണ്ട്. അത് മാത്രമല്ല, അവരുടെ ആ ടെമ്പിളിൽ, അവരുടെ ആലയത്തിൻ്റെ പബ്ലിക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ കൊണ്ടുവന്ന് പകൽ വിചാരണ ചെയ്യണം. ജനങ്ങളെല്ലാവരും കാണിക്കും. ഇതാണ് നിയമം. പക്ഷെ അതും ലംഘിച്ചു. ഇവർ അതിരാവിലെ തന്നെ, എനിക്ക് തോന്നുന്നു 5 മണി 6 മണിക്ക് മുമ്പ് സമയത്തിന് ഇവർ ന്യായാധിപ സംഘം കൂടി. എവിടെ? ടെമ്പിളിലല്ല. ടെമ്പിളിൽ പരസ്യമായിട്ടാണ് കൂടേണ്ടത്. പക്ഷെ അവർ കയ്യഭാവിൻ്റെ ഭവനത്തിൽ കൂടി. ന്യായാധിപ സംഘമൊക്കെ ഇങ്ങ് വന്ന് ഇവിടെ കൂടുക. കാരണം ഇവരെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ന്യായാധിപ സംഘം കയ്യഭാവിൻ്റെ ഭവനത്തിൽ വന്നിട്ട്
യേശുവിനെ കുറ്റം വിധിക്കുവാണ്. അപ്പോൾ യേശു അവിടെ വെച്ച് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു അവരോട് ഡിക്ലെയർ ചെയ്യുവാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ ഇവരെങ്ങനെയെങ്കിലും യേശുവിനെ കൊല്ലണം. പക്ഷെ ഇവർ കൊല്ലാൻ അധികാരമുണ്ടോ? ഇല്ല. ഇവർ യഹൂദ മതപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും നടത്തിക്കാനേ പറ്റത്തുള്ളൂ. ഒരാളെ കൊല്ലാനുള്ള അധികാരം ഇവർക്കില്ല. അത് റോമൻ ഗവൺമെൻറ്റിനേ ഉള്ളൂ. റോമൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായ അന്ന് അവിടെ ഉള്ളത് പീലാത്തോസാണ് അന്ന് യെരുശലേമിൻ്റെ ഗവർണർ. അപ്പോൾ ഗവർണർ അടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ നേരെ അടുത്തിടെ പോകുന്നു, പീലാത്തോസിൻ്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് രാവിലെ തന്നെ കൊണ്ടെത്തിക്കണം. യേശു 6 മണിയായപ്പോൾ നേരെ എവിടെ എത്തി? യേശു കണ്ടിന്യൂസ് ആയിട്ട് യേശുവിനെ റെസ്റ്റില്ല നടക്കുകയാണ്. യേശു ഇങ്ങനെ ഇവരെ പുറകെ പോവുകയാണ്. യേശു നേരെ വലിച്ചു പിടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടെത്തി. പീലാത്തോസ് റോമൻ ഗവർണറാണ്. അദ്ദേഹത്തിന് യഹൂദ മര്യാദ ചൊല്ലി പിടിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചിട്ട് അദ്ദേഹം നോക്കി പറഞ്ഞു, ഞാൻ ഇയാളുടെ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, കൈസർ കരം കൊടുക്കരുതെന്ന് പറഞ്ഞു. കണ്ട, അത് പീലാത്തോസിനെ സുഖിപ്പിക്കാനാണ്. കാരണം റോമൻ ഗവൺമെൻറ്റിനെതിരെ തിരിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. കൈസർ കരം കൊടുക്കലെന്ന് പറഞ്ഞു. ഇയാളൊരു രാജാവായിട്ട് വാഴാൻ പോവാണ്, നിങ്ങൾക്കൊരു ത്രട്ടാണെന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. മാത്രമല്ല ഭാര്യ അവിടെ നിന്ന് ഒന്ന് പറഞ്ഞു, ഈ മനുഷ്യനിടയിൽ ഇടപെടരുത്, നിരപരാധിയാണ്, ഈ മനുഷ്യൻ നിരപരാധിയാണ്. ഞാൻ സ്വപ്നത്തിൽ ഒത്തിരി സഹിച്ചു, ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടു, ഇദ്ദേഹത്തിൻ്റെ ഇടപെടരുത്. അതുകൊണ്ട് കേട്ടപ്പോൾ പീലാത്തോസ് പറഞ്ഞു, നടക്കൂല. അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, അങ്ങനെ പറയുന്നുണ്ടോ? യേശു പറഞ്ഞു, അതെ. അവിടെ യേശു റിപ്ലൈ ചെയ്തു, യെസ്, ഐ ആം ദ കിങ്, ഞാൻ രാജാവാണ്. യേശു അത് റിപ്ലൈ ചെയ്തപ്പോൾ എന്നിട്ടും പീലാത്തോസ് പറയുവാണ്, ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. ശിക്ഷ വിധിക്കേണ്ടവൻ പറയുകയാണ്, ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോഴുണ്ടാ പീലാത്തോസിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. യേശുവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി. കാരണം ഭാര്യയും കൂടെ പറഞ്ഞപ്പോൾ പീലാത്തോസിന് ഒരു വല്ലാത്ത വിഷം. പീലാത്തോസ് ചോദിച്ചു, ഇവൻ എവിടെ ഉള്ളവനാ? അപ്പോൾ ആള് പറഞ്ഞു, യേശു ഗലീലക്കാരനാ. അന്നത്തെ കാലത്ത് ഗലീല പ്രവിശ്യയുടെ അധികാരം ആർക്കില്ല? പീലാത്തോസിനില്ല. എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ മേലെ അധികാരമുണ്ടെങ്കിലും ആ പ്രവിശ്യകൾ, ഗലീല പ്രവിശ്യകളൊക്കെ അന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ബായിട്ടുള്ള ഒരു അധികാരമുള്ള ആളെന്ന് പറയുന്നത് ഹെരോദ് അന്തിപ്പായാണ്. അന്തിപ്പ രാജാവ്, ഹെരോദ് അന്നത്തെ ഹെരോദാണ്. അപ്പോൾ അന്തിപ്പായുമായിട്ട് ചെറിയ പിണക്കമുണ്ട്. കുറേ കാലമുള്ള വരുന്ന ടേംസിലല്ല. അപ്പം പീലാത്തോസ് ചോദിച്ച് പുള്ളിയുടെ അടുത്ത് പറഞ്ഞയക്കാം, പുള്ളിക്കാരനോട്ടൊന്ന് ടേംസിലാവുകയും ചെയ്യാം, അധികാരത്തിന് അവിടെ വിട്ടുകൊടുക്കുകയും ചെയ്യാം. കാരണം യേശു ഗലീലക്കാരനാണല്ലോ. അപ്പം ഗലീലയുടെ ചാർജുള്ള ആളാണ് ഹെരോദ് അന്തിപ്പ. അന്നത്തെ ഹെരോദ് എന്ന് പറയുന്നത് അന്തിപ്പായാണ്. അന്തിപ്പായുടെ അടുക്കിലേക്ക് വിട്ടു. അപ്പോൾ അന്തിപ്പായുടെ അടുക്ക് പോകണമെങ്കിൽ അങ്ങ് ഗലീലയ്ക്ക് പോകണ്ടേ? അന്ന് പക്ഷേ ഈ ഉത്സവം നടക്കുന്നുണ്ടായിരിക്കാം ഹെരോദ് അന്തിപ്പ യെരുശലേമിലുണ്ട്. അദ്ദേഹം എന്തോ ആവശ്യങ്ങൾക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്, തൊട്ടടുത്തതിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വലിയ സമയമൊന്നും വേണ്ട, എനിക്ക് തോന്നുന്നൊരു 6:30-7 മണിക്കകത്ത് അന്തിപ്പായുടെ അടുത്തേക്ക് യേശുവിനെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വസതി അവിടെ കൊണ്ടുപോയിട്ട് യേശുവിനെ എല്ലാവരും കളിയാക്കുന്നു, ഒത്തിരി കളിയാക്കുന്നു, പലതും ചെയ്യുന്നു. പക്ഷേ അന്തിപ്പായ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അന്തിപ്പ നോക്കിയിട്ട് തിരിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചു വിട്ടു. അപ്പോൾ ട്രയൽ നമ്പർ 6 ആവാൻ പോവുക. 5 എണ്ണമായി. എന്തൊക്കെയാ? ഒന്നാമത്തെ ട്രയൽ എവിടെയാ? ഹന്നാവിൻ്റെ അടുത്ത്. 2 കയ്യഭാവിനടുത്ത്. 3 പീലാത്തോസ്. 4 പറ, ഇടയ്ക്കൊരെണ്ണം വിട്ടുപോയി. ന്യായാധിപ സംഘമുണ്ട്, ന്യായാധിപ സംഘമുണ്ട്. ഹന്നാവ്, കയ്യഭാവ്, ന്യായാധിപ സംഘം. അത് കഴിഞ്ഞിട്ടാണ് പീലാത്തോസ്. അവിടെ നിന്ന് ഹെരോദ് അന്തിപ്പ. അതും കഴിഞ്ഞിട്ടാണ് തിരിച്ചു വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഈ പീലാത്തോസിൻ്റെ അടുത്ത് വന്നപ്പോൾ ഏകദേശം രാവിലെ ഞാനൊരു അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്, 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് സമയം. ഈ സമയത്താണ് ഇതൊക്കെ ഉണ്ടോ. ഇതൊക്കെ വലിയ ദൂരത്തിലല്ല, അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ആ സിറ്റിക്കകത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് യേശുവിനെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോയി അവസാനം പീലാത്തോസിൻ്റെ ഐഡിയ, പീലാത്തോസ് പറഞ്ഞു, സാധാരണ ഉത്സവ സമയത്ത് നമ്മൾ ഒരാളെ വിട്ടു തരുമല്ലോ, അങ്ങനെയാണെങ്കിൽ യേശുവിനെ വിട്ടേക്കാം അല്ലേ എന്ന് ചോദിച്ചു. ജനങ്ങൾ അങ്ങനെ പറയുമായിരുന്നിക്കാം. പക്ഷേ മത നേതാക്കളെല്ലാം കൂടി ജനങ്ങൾക്ക് പൈസയെ കൊടുത്ത് പറഞ്ഞു വെച്ചിരുന്നു, നമുക്ക് വേറെ ഇതിനേക്കാൾ നല്ലൊരുത്തൻ അകത്ത് കിടപ്പുണ്ട്, അവനൊരു കൊലപാതകം ചെയ്ത് കിടക്കുക, ബറബാസ്, അവനെ മതിയെന്ന് പറയണം. ജനമെല്ലാം വിളിച്ചു പറഞ്ഞു, ബറബാസിനെ വിട്ടുതരിക. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ ഇനി യേശുവിനെ എന്ത് ചെയ്യണം? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. എല്ലാവരും വിളിച്ചു പറയും. അവസാനം നിവൃത്തിയില്ലാതെ ഇതിനിടയ്ക്ക് യേശുവിൻ്റെ തലയിലേക്ക് മുൾക്കിരീടം അടിച്ചിറക്കുന്നു, യേശുവിനെ എന്താ പറയുക, പർപ്പിൾ കളറുള്ള ഡ്രസ്സ് ധരിപ്പിക്കുന്നു, അധിക്ഷേപിക്കുന്നു, ഇങ്ങനെയൊക്കെ പലതും ചെയ്യുക. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ട് യേശുവിനെ ക്രൂശിക്കാനായി വിട്ടുകൊടുക്കുന്നു. അവിടെ കൊണ്ടുപോയി അവർ തലയിലേക്ക് മുൾക്കിരീടം അടിച്ചിറക്കുന്നു,
വേറെ ഡ്രസ്സ് ഉടുപ്പിച്ച് രാജാവേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പല തരത്തിൽ യേശുവിനെ അധിക്ഷേപിക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്തുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയാണ് യേശുവിനെതിരെയുള്ള വിചാരണ. പ്രധാന കാരണം, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക്കായിട്ട് പകൽ സമയത്ത് ട്രയൽ ചെയ്യണം, വിചാരണ നടത്തണം. ടെമ്പിളിൽ വെച്ച്, യേശുവിനെ ടെമ്പിളിൽ വെച്ചെന്ന് മാത്രമല്ല, പകൽ സമയത്തും അല്ല വിചാരണ നടത്തിയത്, രഹസ്യമായിട്ടാണ്, പകൽ സമയത്തല്ലാതെയാണ് നടത്തിയത്. അറസ്റ്റ് പോലും രാത്രി അനുവദനീയമല്ലാത്ത സമയത്ത് യേശുവിനെ പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്തു. അതുപോലെ ന്യായാധിപ സംഘം കയ്യഭാവൻ്റെ വീട്ടിൽ കൂടി ഒരിക്കലും പാടില്ല. മാത്രമല്ല, മിനിമം 2 സാക്ഷികളെങ്കിലും അനുകൂലമായി ഇവർക്ക് എതിരെ പറയണം. യേശുവിനെതിരെ പറയാവുന്ന സാക്ഷികളെല്ലാം പരസ്പരം ഒത്തില്ല. മാത്രമല്ല, കള്ളസാക്ഷി പറഞ്ഞാൽ അവരെ വളരെ ക്രൂരമായി ശിക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിവിടെ കള്ളസാക്ഷികളൊന്നും ശിക്ഷിക്കുന്നില്ല. മാത്രമല്ല, കള്ളസാക്ഷി പറഞ്ഞിട്ട് ഒത്തില്ലെങ്കിൽ പോലും അവർ യേശുവിനെതിരെ കള്ളസാക്ഷികളെ ഉണ്ടാക്കുകയാണ്. യേശുവിനെതിരെ പറഞ്ഞ ഒരു സാക്ഷ്യവും നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും അവർ എന്ത് ചെയ്തു? യേശുവിനെ കൊല്ലാൻ തീരുമാനിക്കുക. മാത്രമല്ല, ഈ കുറ്റവാളിയെ പിടിച്ച ആളിന് തൻ്റെ ഭാഗം പറയാനുള്ള അവസരം കൊടുക്കണം. ഇവിടെ പകരം യേശുവിനെ എന്ത് ചെയ്യുന്നു? ഇടിക്കുകയും തുപ്പുകയും കളിയാക്കുകയും യേശുവിനെ പ്രഷറൈസ് ചെയ്യുകയും ചെയ്യുകയാണ്. തൻ്റെ ഭാഗം കേൾക്കുവാൻ ആരും തയ്യാറല്ല. മാത്രമല്ല, ഒരു ഡെത്ത് പെനാൽറ്റി, മരണശിക്ഷ വിധിച്ചാൽ അന്നേ ദിവസം ക്രൂശിക്കാൻ പാടില്ല. ഒരു ദിവസം കഴിയണം. അതായത് ഒരു രാത്രി ആ വിധി ഒന്നുകൂടി റീതിങ്ക് ചെയ്യാൻ ജഡ്ജിക്ക് സമയം കൊടുക്കണം. അടുത്ത ദിവസം മാത്രമേ, കാരണം അപ്പോഴത്തെ ദേഷ്യത്തിൽ ഒരു തീരുമാനം എടുത്തു പോയെങ്കിൽ അത് പുനർചിന്തന നടത്താനുള്ള സമയം അവരന്ന് വച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ഡെത്ത് പെനാൽറ്റി തൊട്ടടുത്ത ദിവസം മാത്രമേ നടപ്പിലാക്കാവൂ എന്നൊരു നിയമം അന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാറ്റിൽ പറത്തി ഒരു 6-7 മണിക്കൂർ കൊണ്ട് അവരെല്ലാം നടത്തി. രാത്രി അറസ്റ്റ് ചെയ്യുന്നു, രാവിലെ തന്നെ യേശുവിനെ ഇവിടെ ഇപ്പോൾ 8 മണി കഴിയുമ്പോൾ നേരെ ക്രൂശിക്കാൻ തീരുമാനവുമായി. കണ്ടോ, ഒരു 8 മണിക്കൂറിൻ്റെ സമയം കൊണ്ട് കംപ്ലീറ്റ് സംഭവം കഴിഞ്ഞു. യേശുവിനെ ക്രൂശിക്കാൻ പോലും തീരുമാനിച്ചു, വളരെ ഫാസ്റ്റായിട്ട്. അങ്ങനെ യേശു ക്രൂശിലേക്ക് പോവുകയാണ്. 8 മണി കഴിയുമ്പോൾ പീലാത്തോസിൻ്റെ അവിടെ നിന്ന് ഗോൽഗോത്തയിലേക്ക് പോവാം. നമ്മൾ സാധാരണ കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞ് കിലോമീറ്ററോളം കിടക്കുന്നത് പോലെ അല്ല, വെറും 600ഓളം മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ ക്രൂശിലേക്ക്. സിറ്റിക്ക് നേരെ പുറത്ത്, ഔട്ട്സൈഡ് ദ ഗേറ്റ്, അതാണ് ഗോൽഗോത്ത. അത് വലിയ മലയൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയ കുന്നിൻ പുറം. നമ്മൾ വരുമ്പോൾ വലിയ മല കയറിയൊന്നും പോയി, ഇന്നത്തെ ആൾക്കാർ അങ്ങനെയാണ്, മൂട്ടിടിച്ച് മലയുടെ മുകളിലേക്ക് വലിയ ക്രൂശ് വലിച്ച് കയറും. കിലോമീറ്റർ ദൂരം, 1-ാം ഇടം, 2-ാം ഇടം, 3-ാം ഇടം, 7-ാം ഇടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു 600ഓളം മീറ്റർ വരുന്ന ഒരു ദൂരം. ആ ദൂരത്തിലേക്കാണ് യേശുവിനെ കൊണ്ടുവന്നത്. ഒരു സിറ്റിയുടെ നേരെ പുറത്തിറങ്ങിയ, സിറ്റിക്ക് പുറത്താണ്, യെരുശലേം സിറ്റിക്ക് പുറത്തുള്ള ഒരു സ്ഥലമാണ് ഗോൽഗോഥ എന്ന് പറയുന്നത്. അത് സ്ഥിരമായിട്ട് ഈ ക്രൂശീകരണം നടക്കുന്ന ഒരു സ്ഥലം, തലയോടിടം എന്ന് പറയുന്ന സ്ഥലം. അവിടേക്ക് കൊണ്ടുപോവുകയാണ്. യേശു ആണെങ്കിൽ ഇപ്പോൾ രക്തമൊലിച്ച് ദേഹം മുഴുവൻ അടിച്ച് പറിച്ച് അവർ മൊത്തം ഈ എന്താ പറയുക, ഇറച്ചി കഷ്ണങ്ങൾ തൂങ്ങിക്കിടക്കുന്ന പോലെ അവിടെ ആയിട്ട് ഇങ്ങനെ മാംസകഷ്ണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ശരീരത്തിൽ അത്രയ്ക്ക് കുത്തി പറിച്ചിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, യേശുവിൻ്റെ പുറം ഭാഗം കണ്ടാൽ ഉഴുതിട്ടിരിക്കുന്ന വയൽ പോലെയാണ്. അവൻ്റെ അകത്തുള്ള പലതും കാണാമെന്ന് പറയുന്നത്, അത്തരത്തിൽ അവനെ തകർത്ത് വച്ചിരിക്കുക. എന്നിട്ടോ യേശുവിൻ്റെ മേൽ ഒരു ക്രൂശ് ചുമക്കാൻ കൊടുത്തു. ക്രൂശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം എന്താണ്? നിങ്ങൾ പറ, എന്താ? ഇങ്ങനെയും ഇങ്ങനെയുള്ളൊരു സാധനം. അതല്ല യേശുവിനെ ചുമപ്പിച്ചത്. ഈ റോമൻ മര്യാദ രീതി പ്രകാരം അവർ ക്രൂശിക്കാനുള്ള ഇങ്ങനെയുള്ള തടിയില്ലേ, കുത്തനെയുള്ള ആ തടി ആ സ്ഥലത്ത് സ്ഥിരമായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടാവും. അതെവിടെ ഉണ്ടാവും? ആ സ്ഥലത്ത് തന്നെ കാണും. ഈ ഇങ്ങനെ വയ്ക്കുന്ന സ്ഥലമില്ലേ, അത് മാത്രമാണ് ഇവരെ കൊണ്ട് ചുമപ്പിക്കുന്നത്. അതിനൊരു 35-40 കിലോളം ഭാരം വരുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേ അതും ഈ ഒരു അവസ്ഥയിൽ വലിയ ഭാരമാണ്. കാരണം യേശു രക്തമെല്ലാം വാർന്ന് ഫിസിക്കലിയും മാനസികമായിട്ടും ഒക്കെ തളർന്നു നിൽക്കുന്ന സമയത്ത് ഈ വാരമേറിയ ഒരു കുരിശ് തോളിൽ വെച്ചേക്കുക. ഒറ്റ തടിയാണ്. ആ ഒറ്റ തടിയാണ് എടുത്ത് തോളിൽ കയറ്റി യേശു നടക്കുന്നത്. ഹല്ലേലൂയ. യേശു നടന്നു പോകുമ്പോൾ കുറേനക്കാരനായ ശിമോൻ വരുക. ഈ കുറേന എന്ന് പറഞ്ഞ സ്ഥലം എവിടെ നിന്നറിയാവോ? ഇത് വടക്കേ ആഫ്രിക്കയിലെ സ്ഥലമാണ്. വടക്കേ ആഫ്രിക്കയിലെ സ്ഥലമാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ എൻ്റെ മഹതിനകത്ത് കഥ ഒത്തിരി കാരണമായിട്ടു. അന്ന് യേശുവിനെ ക്രൂശ് ചുമക്കാൻ സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നത് വടക്കേ ആഫ്രിക്കക്കാരനാണ്. അവൻ അവിടെ നിന്ന് ഉത്സവം ആഘോഷിക്കാൻ യെരുശലേമെത്തിയതാണ്. പല ഭാഗങ്ങളിൽ നാളുകളുണ്ട്. ഇന്നത്തെ ലിബിയ പ്രദേശങ്ങൾ, ആ ഭാഗത്തുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ യേശുവിനെ ക്രൂശ് ചുമന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ആഫ്രിക്കൻ കൺട്രി മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക, ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ഈ മനുഷ്യൻ യേശുവിൻ്റെ ക്രൂശ് ലിറ്ററലി ചുമന്നു. അദ്ദേഹത്തെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട പിന്നെ വായിക്കുന്നുണ്ട്. അദ്ദേഹം ചുമന്നു, ആ ക്രൂശിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നു. 9 മണിയാകുമ്പോൾ, രാവിലെ 9 മണിക്ക് ക്രൂശീകരണം ആരംഭിക്കുകയാണ്. ക്രൂശീകരണം
9 മണിക്ക് ആരംഭിക്കുക. കണ്ടോ, രാത്രിയിൽ ഉറക്കമില്ലാതിരുന്ന യേശു അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന മുതൽ നേരെ ക്രൂസിലേക്ക്. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു ഇത്രയും വിചാരണകൾ വളരെ വേഗത്തിൽ പോയി എന്ന് വെച്ചാൽ കൊല്ലാൻ വേണ്ടി പിടിച്ചതാ. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വാദം കേൾക്കുന്നില്ല, നമ്മളെക്കുറിച്ച് ഒന്നും നമ്മോട് ചോദിക്കുന്നില്ല. ഇങ്ങോട്ട് അവർ പറയുക, വെറുതെ ഇടിക്കുക, തുപ്പുക. എങ്ങനെയൊക്കെ മനുഷ്യനെ എന്തു പറയുക, വേദനിപ്പിക്കാൻ പറ്റും അത്തരത്തിലൊക്കെ വേദനിപ്പിക്കുക. കുറ്റം എന്താണെന്ന് പോലും പറയുന്നില്ല. യേശുവിനെ അടുത്ത് ഒരു സംസാരിക്കുന്ന യേശു പറഞ്ഞ വാക്കുകളെ കേട്ടിട്ട് അധികാരികളായിരുന്ന ഹെരോദ് അന്തിപ്പ ആയിക്കോട്ടെ, പിലാത്തോസ് ആയിക്കോട്ടെ, അവരെല്ലാവരും പറയുകയാണ് കുറ്റമൊന്നും കാണുന്നില്ല. പക്ഷേ യേശുവിനെ ക്രൂശിക്കുക. 9 മണിയാകുമ്പോൾ ആ സിറ്റി ഗേറ്റിന് വെളിയിലുള്ള ഗോൽഗോഥയിൽ തൻ്റെ കൈകൾ രണ്ടും ആ തടിയിലേക്ക് അടിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞില്ലേ, നീളമുള്ള തടിയാണ്. അതിങ്ങനെ തറയിലിട്ടിട്ട് 2 കൈ 2 സൈഡിലേക്ക് വലിച്ചു വെച്ച് ആണിയടിക്കും. ആണിയടിക്കുന്ന ഇവിടെയല്ല, ഈ പോർഷനിൽ. കാരണം കൈ ഇങ്ങനെ വിട്ടുപോകാതിരിക്കാൻ ഈ ഭാഗത്ത് ആണി അടിച്ച് കയറ്റും. ഈ ഒറ്റ തടിയിൽ 2 കൈകളും ഇങ്ങനെ വെച്ച് തറച്ചു വയ്ക്കും. ഇനിയാണ് അടുത്ത കാര്യം. ഒരു തൂൺ അവിടെ നിർത്തിയിട്ടുണ്ടാവും. വെർട്ടിക്കലുള്ള തൂൺ അവിടെ കാണും. അത് ചുമന്നുകൊണ്ട് പോയതല്ല, ഈ ഒറ്റ തടിയിലാണ് കൈ 2 അടിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, വലിയ റോപ്പ് ഉപയോഗിച്ച് ഈ തടിയെ പൊക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ഈ 2 കൈയിലെ മാത്രം ഫുൾ വെയിറ്റ് തൂക്കി മുകളിൽ വെച്ച് അതിനെ കെട്ടുകയോ വേറെ തരത്തിൽ ടൈറ്റ് ചെയ്ത് ഈ ക്രോസ് ബീം അവിടെ വയ്ക്കും. അന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ക്രൂശ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഇങ്ങനെയുള്ള ക്രൂശ് ഉണ്ടായിരുന്നു, വെറും T മോഡലുള്ള ക്രൂശും ഉണ്ടായിരുന്നു. അതായത് ഈ കൊണ്ടുപോകുന്ന തടിയെ ആ തൂണ്ടേറ്റ മൂലെടുത്തങ്ങ് വയ്ക്കും. പക്ഷേ യേശുവിൻ്റെ കാലത്ത് ഇങ്ങനെയുള്ള ക്രൂശാണ് ഉപയോഗിച്ചെന്നുള്ളതിന് തെളിവാണ് വചനത്തിൽ പറയുന്നു, യേശു യഹൂദന്മാരുടെ രാജാവ് എന്നുള്ളൊരു ബോർഡ് യേശുവിൻ്റെ തലയ്ക്ക് മേലെ തൂക്കിയിരുന്നു. അതിനർത്ഥം യേശുവിൻ്റെ തലയ്ക്ക് മേലോട്ടും തടി ഉണ്ടായിരുന്നു. അതിനർത്ഥം അതൊരു ക്രൂശ്, ഇന്ന് കാണുന്ന ക്രൂശ് മോഡലായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. സാധാരണ കൊല്ലുന്നത് പലരെയും T മോഡലൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് യേശുവിനെ അന്തരച്ചത് ക്രൂശ് മോഡൽ, ഇന്ന് കാണുന്ന പ്ലസ് മോഡലുള്ള ക്രൂശിലാണ്. അന്ന് ഈ കൈകൾ രണ്ടും അതിലേക്ക് അടിച്ചുറപ്പിച്ചിട്ട് വെയിറ്റോടുകൂടി യേശു തൂക്കും. മുകളിലേക്ക് തൂക്കി നിർത്തിയിട്ട് ഈ 2 കാലുകളെയും പിടിച്ച് ആ താഴത്തെ കുറ്റിയോട് ചേർത്ത് ഒന്ന് പൊക്കി വെച്ചിട്ട് അടിച്ചു വയ്ക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ വേദന കൂടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ താത്തിരിക്കുന്ന കാലിന് അങ്ങനെ ചേർത്ത് വെച്ചാൽ അവിടെ ഇരുന്ന് പോകും. പക്ഷേ ലിഫ്റ്റ് ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ് സംഭവിക്കും, പെയിൻ അസഹനീയമാവും. അതിനുവേണ്ടിയുള്ള ക്രൂരമായ നടപടിയാണ്. കാലൊന്നും നമ്മൾ കണ്ടോ പിക്ചറിലൊക്കെ, താലൊക്കെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ 2 കാലിലേക്കും ആണി അടിച്ചു കയറ്റും. ഇത്തരത്തിൽ യേശുവിനെ ആ ക്രൂശുമായിട്ട് ചേർത്ത് വെച്ചു. യേശുവിനെ ആ ക്രൂശിൽ ഉറപ്പിക്കുന്നു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു 7 മൊഴികൾ പറയുന്നുണ്ട്. കള്ളനോട് സംസാരിക്കുന്നുണ്ട്, അമ്മയോട് സംസാരിക്കുന്നുണ്ട്, യോഹന്നാനോട് സംസാരിക്കുന്നുണ്ട്, പിതാവിനോട് സംസാരിക്കുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ യേശുവിന് 9 മണി കഴിയുമ്പോൾ അവിടെ ക്രൂശീകരണം എത്ര സമയം എനിക്കറിയില്ല, എങ്കിലും ഒരു 12 മണിയോളം ആയപ്പോൾ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞു. 12 മണിയായപ്പോൾ ആ ദേശത്ത് മുഴുവൻ ഇരുട്ട് വ്യാപരിച്ചു. ചെറിയ ഇരുട്ടല്ല, നല്ല ഇരുട്ട്. ഇത് പലരും തർക്കിക്കാനായിട്ട് പറഞ്ഞു, അന്ന് സൂര്യഗ്രഹണമായിരുന്നു എന്ന്. ഒരിക്കലുമല്ല. ചരിത്രം വ്യക്തമായി പറയുന്നു, പാസ് ഓവർ സമയമാണത്. പാസ് ഓവർ പെസഹയുടെ സമയം. പെസഹ സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ മൂൺ സമയമാണ്. അതായത് പൗർണമി സമയത്താണ് പെസഹ അടയ്ക്കുക. ഒരിക്കലും ഫുൾ മൂൺ സമയത്ത് എന്തില്ല, സോളാർ എക്ലിപ്സ് സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് സൂര്യഗ്രഹണം സംഭവിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, അത് സൂര്യഗ്രഹണം ആയിരുന്നില്ല, അത് സൂപ്പർ നാച്ചുറലായിട്ട് സ്വർഗത്തിൻ്റെ ഇടപെടലായിരുന്നു. അന്ന് ലോകത്തിൻ്റെ വെളിച്ചമായവൻ അവിടെ തറച്ചു കിടക്കുമ്പോൾ പ്രകൃതി തന്നെ റെസ്പോണ്ട് ചെയ്യുവാണ്. ഭയങ്കരമായ ഇരുട്ടുണ്ടാവുകയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ ഒരു സൈഡിലുള്ള കള്ളൻ റിപ്പൻറ്റ് ചെയ്യുന്നുണ്ട്. അവനോട് പറുദീസ യേശു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള സമയത്ത് 3 മണിയാകുമ്പോൾ, അതായത് 9-ാം മണി നേരം എന്നാണ് വചനം കാണുന്നത്. 3 മണി, അതായത് വൈകുന്നേരം 3 മണിയാകുമ്പോൾ യേശു പറയുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവർത്തിയായി. യേശു, അതായത് ഈ വൈകുന്നേരം 3 മണി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആലയത്തിൽ യാഗമുഖം മൃഗത്തെ അറക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ യേശു ലോകത്തിന് വേണ്ടി യാഗമായി മാറി. എക്സാക്ട്ലി ദാറ്റ് പ്ലേസ്. ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അതേസമയം അപ്പുറത്ത് ആലയത്തിനകത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള മറയായി നിന്ന ഒരു തിരശ്ശീലുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു തുണിയല്ല, 60 അടി ഹൈറ്റുള്ള, 60 അടി ഹൈറ്റുള്ളതും 30 അടി വീതിയുള്ളതും 10 സെൻറ്റിമീറ്റർ കനമുള്ള ഒരു വലിയ തിരശ്ശീല. അതായത്
ചരിത്രം പറയുന്നതിനാണ് 300 പുരോഹിതന്മാരാണ് ഇതിനെ ക്ലീൻ ചെയ്യാനും അല്പം അങ്ങോട്ട് നീക്കാനുമായിട്ട് വേണ്ടി വന്നിരുന്നത്. അത്രമാത്രം വലിയ തിരശീല അത് മുകളിൽ നിന്ന് താഴേക്ക് ചിന്തിപ്പോയി. ഒരു മനുഷ്യന് നനക്കാൻ പറ്റില്ല. മാത്രമല്ല താഴെ നിന്ന് മുകളിലേക്കല്ല, സ്വർഗത്തിലെ ദൈവം അതിനെ മുകളിൽ നിന്ന് താഴേക്ക് കീറി, രണ്ടായി കീറി. ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലായി ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ഇനി മുതൽ ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്ന് യേശു അതിലൂടെ കാണിക്കുകയാണ്. ഇനി സെപ്പറേഷൻ ഇല്ല. ദൈവമായി നിങ്ങൾക്ക് ഇനി മറയില്ലാതെ ധൈര്യത്തോടെ എൻ്റെ രക്തത്താൽ കടന്നു വരാമെന്ന് സ്വർഗം തന്നെ അവിടെ കാണിച്ചു കൊടുക്കുവാണ്. ഈ സമയമായപ്പോൾ ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ പടയാളികൾ വന്നു നോക്കി. പിറ്റേ ദിവസം ശബത്താണ്, ശനിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, മൃതദേഹങ്ങൾ ഇതിനകത്ത് കിടക്കാൻ പാടില്ല, ഈ ക്രൂസിൽ കിടക്കാൻ പാടില്ല. അവർ നോക്കിയപ്പോൾ 2 പടയാളികളുണ്ട്, 2 കുറ്റവാളികൾ 2 സൈഡ് കിടപ്പുണ്ട്. അവർ മരിച്ചിട്ടില്ല. അവർ 2 കാലിനെ ഒടിച്ചു മരിക്കാൻ വേണ്ടി, പെട്ടെന്ന് മരിക്കാൻ വേണ്ടി. യേശുവിനെ നോക്കിയപ്പോൾ യേശു ഓൾറെഡി മരിച്ചു. അത് തന്നെ ഏറ്റവും വ്യക്തമായൊരു തെളിവാണ്. കാരണം സാധാരണഗതിയിൽ ഒരാൾ ക്രൂസിൽ കിടന്ന 2 ദിവസം 3 ദിവസം എടുത്താണ് മരിക്കുന്നത്. അത്രയും നരകയാതന അനുഭവിച്ചാണ് മരിക്കുന്നത്. ഇവിടെ പെസഹ ആയതുകൊണ്ട്, പിറ്റേ ദിവസം ശബത്ത് ആയതുകൊണ്ട് അവരെ പെട്ടെന്ന് മരിക്കാൻ വേണ്ട കാലിനെ ഒടിച്ചത്. യേശു 6 മണിക്കൂറിനുള്ളിൽ യേശു മരിച്ചു കഴിഞ്ഞു. അത് തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ഡെത്താണ്. കാരണം യേശു മരിച്ചതല്ല, യേശു തൻ്റെ ജീവനെ കൊടുത്തതാണ്. ഹല്ലേലൂയ. യേശു തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവനെ വെച്ചു കൊടുത്തതിൻ്റെ തെളിവാണ് 6 മണിക്കൂർ കഴിയുമ്പോൾ യേശു തൻ്റെ ജീവനെ വിട്ട രീതി കണ്ടിട്ട് തന്നെ ആൾക്കാർ കണ്ടുന്നവർ പറഞ്ഞു ഇവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. കാരണം മരിച്ച രീതി തന്നെ അവർക്ക് മനസ്സിലായി, ഇത് സാക്ഷാൽ സാധാരണ മരണമല്ല, ഇത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവൻ ആത്മാവിനെ കൊടുത്തതാണ്. ആ നിമിഷമാണ് ദൈവാലയ തിരശ്ശീല 2ആയിട്ട് കീറിയത്. ഇവിടെ പടയാളിലെങ്കിലും ഒന്ന് ഉറപ്പിക്കണമല്ലോ. ചരിത്രം അല്ലെങ്കിൽ പറയത്തില്ലേ മരിക്കാത്ത യേശുവിനെ ഇറക്കി വെച്ചെന്ന്. അതുകൊണ്ട് അവർ സൈഡിൽ കുത്തി, കമ്പി എടുത്ത് ഒറ്റ കുത്ത്, കുന്തം കൊണ്ട് കുത്തി, ഇവിടെ മുഴുവൻ വലിയ ഹോളിട്ട് എല്ലാം പുറത്ത് കളഞ്ഞു. എനിക്ക് തോന്നുന്നു നന്നായി. കാര്യം എന്നാ, നാളെ ആരും പറയല്ലേ മരിക്കാത്ത യേശുവിനെ കൊണ്ട് പെട്ടിയിൽ വെച്ചു വന്നു. അവർ കുന്തം കൊണ്ട് കുത്തി. ആദാമിൻ്റെ സൈഡിലെ വാരിയിലെടുത്താണ് സ്ത്രീയെ പണിതുപോലെ യേശുവിൻ്റെ സൈഡിലെ വാരിയിൽ നിന്ന് സഭ ജനിക്കുകയായി, പുതിയൊരു ജനറേഷൻ ഇറങ്ങുകയായി. ഇവിടെ യേശുവിൻ്റെ സൈഡ് അവർ കുത്തി തുളച്ചു. അത് കഴിഞ്ഞ് ഏകദേശം 6 മണിയാകുമ്പോൾ സന്ധ്യയാകാൻ പോവാണ്. ഇരുട്ടൊക്കെ വന്നു, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ അരിമത്തിയിലെ ജോസഫും നിക്കോദിമോസും കൂടി, അവർ 2 ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസാണ്, വലിയ ഉന്നതന്മാരാണ്. പീലാത്തോസിനോട് പറഞ്ഞു യേശു മരിച്ചു. പീലാത്തോസ് ഞെട്ടി ചോദിച്ചു, മരിച്ചോ? അവിടെ വ്യക്തമായി എഴുതിയിരിക്കുക. പീലാത്തോസ് അതിശയത്തോട് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് മരിച്ചോ? ഞാൻ രാവിലെ ക്രൂശിക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇതിനോട് മരിച്ചോ? സാധാരണ പടകൾ ഇത് പോയാൽ 2 ദിവസം കിടക്കും അവിടെ. മരിച്ചോ? മരിച്ചു. അപ്പം വിശ്വാസം പോരാ, വിളിക്കുക അവരെ, ശതാധിപന്മാരെയൊക്കെ വിളിച്ച് ചോദിച്ചു, മരിച്ചോ? മരിച്ചു. എന്നാൽ കൊടുത്തേക്കാൻ പറഞ്ഞു, ബോഡി കൊടുത്തേക്കാൻ പറഞ്ഞു. അവർ യേശുവിൻ്റെ ബോഡി ഏറ്റുവാങ്ങി. അവിടെ തന്നെ തൊട്ടടുത്തുള്ളൊരു ഗാർഡനിൽ ജോസഫ് തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പുതിയൊരു, ആരെയും വെച്ചിട്ടില്ലാത്തൊരു പുതിയ കല്ലറ ഉണ്ടായിരുന്നു. അവിടെ യേശുവിൻ്റെ ബോഡി കൊണ്ട് വെച്ചു, ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. അപ്പോഴേക്കും പീലാത്തോസിൻ്റെ അടുത്തേക്ക് അടുത്ത ടീം എത്തി. കുറേ ആൾക്കാർ ഓടി വന്നു, പീലാത്തോസേ ഒരു കാര്യം കൊണ്ടുണ്ട്. എന്നാ കാര്യം? ആ ചതിയും ജീവിച്ചിരുന്നവൻ പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. നമുക്കത് വിശ്വാസമൊന്നുമില്ല, പക്ഷേ എങ്കിലും 3 ദിവസം കഴിയുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് ഈ ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് പറയും അവൻ ഉയർത്തെഴുന്നേറ്റെന്ന്. അത് നമുക്ക് ഇതിനേക്കാളും വലിയ പണിയാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കൊന്ന് ഉറപ്പിക്കണം. അത് നന്നായി. കാരണം റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രയാണ് പുറത്ത് പതിച്ചത്. അന്നത്തെ ഏറ്റവും ശക്തമായ രാജ്യമായ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും, പിന്നെയോ ആവശ്യത്തിന് പടയാളികളെ കൊടുത്തു. നന്നായിട്ട് സ്ട്രോങ് ആക്കിക്കോ. ഇവർ പോയി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാവൽ ഏർപ്പെടുത്തി, ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് എല്ലാം റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ച് സീലടിച്ച് വെച്ച്, ഇനി ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെച്ചു. പീലാത്തോസ് യേശുവിൻ്റെ തലയ്ക്ക് മുകളിൽ എടുത്തു വെച്ചു, യേശു നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഹീബ്രു ഭാഷയിലും ഗ്രീക്കിലും ലാറ്റിനിലും 3 ഭാഷകൾ എഴുതി. എന്തിനാണ് ഈ മനുഷ്യതൊക്കെ എഴുതി എനിക്കറിയത്തില്ല. അത് പരിശുദ്ധം എഴുതിപ്പിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടുവന്നവരെല്ലാം, പോണവർക്കെല്ലാം, പ്രധാന സ്ഥലത്തായതുകൊണ്ട് വഴിയാത്രക്കാരെല്ലാം ഇത് കാണുക. പലരും വന്ന് പറഞ്ഞു ഇങ്ങനെയല്ല എഴുതേണ്ടിയിരുന്നത്, അവനങ്ങനെ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പക്ഷെ പീലാത്തോസ് പറഞ്ഞു എഴുതി. അത് മനോഹരമായത് എഴുതി വെച്ചു. അത് യേശുവിൻ്റെ മേൽ അവർ വെച്ചു. യേശു കർത്താവ് അവിടെ ക്രൂശിക്കപ്പെടുന്നു. നമുക്കറിയാം, ബാക്കിയുള്ള കഥ ഇന്ന് ഞാൻ പറയുന്നില്ല.
ഇത്രയും ബന്ധവസ്ഥയൊക്കെ വെച്ച് സ്ട്രോങ് ആക്കി വെച്ച ഈ ലോകത്തിൻ്റെ സകല ശക്തിയും അവസാനിപ്പിച്ച് മുദ്ര ചെയ്ത സ്ഥലത്തുനിന്ന് എൻ്റെ കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. സകല കള്ളത്തരങ്ങളെയും ഈ ലോകത്തിൻ്റെ മതത്തിൻ്റെ ആചാര്യന്മാർ, മത നേതാക്കൾ, സാമുദായിക നേതാക്കൾ എല്ലാവരും കൂടെ വിചാരിച്ച് കള്ളക്കഥയുണ്ടാക്കി യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയി. അവൻ തൻ്റെ ജീവനെ വെച്ചു കൊടുത്തതാ. അവൻ പൂർണ്ണമായും അതിനോട് സഹകരിച്ചു, വിട്ടുകൊടുത്തു. ലോകം കണ്ട ഏറ്റവും നീചമായ ഒരു ഗൂഢാലോചന, ഏറ്റവും മോശമായ വിചാരണ, ഒരു കള്ളന് കിട്ടേണ്ട ഒരു എന്താ പറയുക പ്രിവിലേജ് പോലും കൊടുക്കാതെ യേശുവിനെ അവർ ക്രൂശിലേക്ക് കൊണ്ടുപോയി. ആ യേശു അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണം. ഞാനിതെല്ലാം പറഞ്ഞത് അതിൻ്റെ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിരിക്കാനും നിങ്ങളതിനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുവാനാണ്. ഇത് നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഈ യേശു സകലതും സഹിക്കുകയായിരുന്നു, തന്നെ അതിനായി വിട്ടുകൊടുക്കുകയായിരുന്നു. പിതാവിൻ്റെ പദ്ധതിക്കായി തന്നെ പൂർണ്ണമായി യേശു സമർപ്പിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൻ്റെ പ്രഭു അവരറിഞ്ഞിരുന്നില്ല പിൻവരുന്ന മഹിമയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് അവരറിഞ്ഞില്ല. എങ്കിൽ അവർ മഹത്വത്തിൻ്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. പക്ഷേ യേശു സ്വർഗത്തിലെ പിതാവിൻ്റെ പെർഫെക്റ്റ് പ്ലാനിനൊപ്പം തന്നെ സമർപ്പിച്ചു. അതിലൂടെ മാനവരാശിക്ക് രക്ഷ വന്നു എന്ന് നാം ഓരോരുത്തരും ആ സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ, പിതാവിൻ്റെ മക്കളെന്നുള്ള ആ സ്ഥാനം അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. പരിശുദ്ധാത്മാവ് ദാനം നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്, സത്യത്തെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ചാലും, എങ്ങനെയൊക്കെ നമ്മൾ അതിനെതിരെ നിന്നാലും, അതിനെ മൂടി വെച്ചാലും അതൊരിക്കൽ ഉറപ്പായും പുറത്ത് വന്നിരിക്കും. അതിനാർക്കും തകർക്കാൻ കഴിയത്തില്ല. ഗമാലിയേൽ പറഞ്ഞതുപോലെ ഈ മനുഷ്യരുടെ ഉപദേശം അത് മാനുഷികമെങ്കിൽ തകർന്നു പോകും, ദൈവികമെങ്കിലോ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇത് സ്വർഗത്തിൻ്റെ പ്ലാനായിരുന്നു, സ്വർഗത്തിൻ്റെ പദ്ധതിയായിരുന്നു. അവിടെ മാനുഷികമായ എല്ലാത്തിനെയും തച്ചുടച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു.